ഇനി നമ്മൾ ആദ്യം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. വീണ്ടും സംസ്ഥാനത്ത് കരിവന്നൂർ മോഡൽ തട്ടിപ്പ് നടന്നിരിക്കുന്നു. വ്യാജരേഖ ചമച്ച ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് കോടികൾ തട്ടിയതായാണ് വിവരം. തട്ടിപ്പ് നടത്തിയത് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്നും സംശയമുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ നിന്ന് 120 കോടി രൂപയാണ് തട്ടിയെടുത്തത്. ലോൺ ശരിയാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്ത് രേഖകൾ കൈക്കലാക്കിയായിരുന്നു തട്ടിപ്പ്. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട പരാതിക്കാർ രംഗത്തെത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും പരാതി നൽകും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വളരെ വലിയൊരു തട്ടിപ്പ്, 1-2 കോടിയുടെ 120 കോടി രൂപയുടെ തട്ടിപ്പാണ്. ആരാണ് ഈ തട്ടിപ്പിന് പിന്നിൽ? ആരുടെയൊക്കെ ഒത്താശയോടുകൂടിയാണ് ഈ തട്ടിപ്പ് നടന്നത്? എത്ര പേരാണ് ജിജീഷ് ഈ തട്ടിപ്പിന് ഇരയായത്? ശ്രീ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ ബാങ്ക് തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടിയാണ് ഒരിക്കൽ കൂടി പുറത്തു വരുന്നത്. അത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ പേരിലാണ് ഈ വലിയ തട്ടിപ്പ് നടന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ മാത്രമല്ല മറ്റു നിരവധി ബാങ്കുകളുടെ പേരിലടക്കം തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ആകെ 295 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് മാത്രം 120 കോടി രൂപയുടെയും മറ്റു ബാങ്കുകളിൽ നിന്ന് 175 കോടി രൂപയുടെയും തട്ടിപ്പുകളാണ് നടത്തിയത്. ഇതെല്ലാം ഈ ഒരു തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ മായി നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പാണ്. എങ്ങനെയാണോ കരിവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തത്, അതിന് സമാനമായ രീതിയിൽ തന്നെ കരിവന്നൂർ സഹകരണ ബാങ്ക് നമുക്കറിയാം CPM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ നിന്ന് CPMന് താല്പര്യമുള്ള ആളുകൾക്ക് ലോണുകൾ പാസ്സാക്കി നൽകിയ വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പാണ്. എങ്കിൽ ഇവിടെ സിബിൽ സ്കോറിന്റെ പേരിലാണ് ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത്. സിബിൽ സ്കോർ കുറഞ്ഞ ആളുകളെ കണ്ടെത്തി, സാധാരണക്കാരായ ആളുകളെ കണ്ടെത്തി, ലോണുകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, സിബിൽ സ്കോർ കുറഞ്ഞത് കൊണ്ട് മാത്രം ലോണുകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വലിയ തുകകൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതിനു ശേഷം അവരുടെ കൈവശമുള്ള രേഖകൾ, അത് ഭൂമിയുടെ അടക്കമുള്ള രേഖകൾ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ രേഖകൾ വെച്ചുകൊണ്ട് ഇവർ, ഈ തട്ടിപ്പ് സംഘം വലിയ ലോണുകൾ പാസ്സാക്കുന്നു. ആ ലോണുകൾ പലപ്പോഴും ഈ തട്ടിപ്പിന് ഇരയായി എന്ന് ഇരകൾ അറിയുന്നത് ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുമ്പോഴാണ്. തങ്ങളുടെ അവിടെ വെച്ചിട്ടുള്ള ബാങ്കിൽ വെച്ചിരിക്കുന്ന ഭൂമി പണയപ്പെടുത്തി മറ്റേ തട്ടിപ്പ് സംഘങ്ങൾ എടുത്തിരിക്കുന്ന ഭൂമി അവിടെ ജപ്തി നോട്ടീസ് വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് സാധാരണക്കാരായ ആളുകൾ അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു, തങ്ങൾ വലിയൊരു ചതിക്ക് തട്ടിപ്പിന് ഇരയായി എന്ന കാര്യം അറിയുകയും ചെയ്യുള്ളൂ. നിരവധി ആളുകൾ പല ഭാഗങ്ങളിലായി തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. നമ്മളോട് സംസാരിക്കുന്ന എൽദോ പോൾ, അദ്ദേഹത്തിന് വലിയ തുക നഷ്ടമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതും ഒപ്പമുള്ളവരുടെയുമായി 30 കോടി രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥരിൽ ചിലർ കൂടി ഇത്തരം തട്ടിപ്പുകൾക്ക് ഒത്താശ ചെയ്യുന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിവരങ്ങളുമായി വീണ്ടും ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വളരെ വലിയൊരു തട്ടിപ്പാണ്. യാതൊരു രേഖകളും സബ്മിറ്റ് ചെയ്യാത്തവരെയാണ് ഈ തട്ടിപ്പിന് ഇടയാക്കിയിരിക്കുന്നത്. അതായത് വ്യാജരേഖ ചമച്ചാണ് ഈ തട്ടിപ്പ് വലിയ രീതിയിൽ നടന്നിരിക്കുന്നത്. അതിന് പോലീസിന്റെ ഒരിടപെടലും നിലവിൽ നടന്നിട്ടില്ല. ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ പോലീസ് അന്വേഷണം ഇത്രത്തോളം ഇഴയുന്നത് എന്തുകൊണ്ടാണ് ജിജീഷ്? അച്യുതേ, ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകളിലെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഉദാസീന മനോഭാവം പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒപ്പം തന്നെ CPM ഭരണസമിതികളുള്ള മറ്റ് ബാങ്കുകളിലാണെങ്കിലും അതല്ലാത്ത ഇത്തരത്തിലുള്ള സ്വകാര്യ ബാങ്കുകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാം തന്നെ തട്ടിപ്പുകൾ നടക്കുമ്പോൾ ആ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഒരു ഘട്ടത്തിലും നീങ്ങാറില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എൽദോ ഒരു ആവശ്യം പ്രധാനമായും ഉന്നയിച്ചത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വേണം, CBI പോലുള്ള ഒരു അന്വേഷണ ഏജൻസി തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരൂ എന്ന് മാത്രമല്ല തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു ലഭിക്കാനുള്ള ഒരു അവസരമോ സാധ്യതയോ തുറന്നു കിട്ടുകയുള്ളൂ എന്നുകൂടിയാണ് കൃത്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തുടക്കം മുതൽ ഈ കേസിലെന്ന് മാത്രമല്ല പല കേസുകളിലും തുടക്കം മുതൽ പോലീസ് ഈ ഇരകൾക്കൊപ്പം നിൽക്കേണ്ടതിന് പകരം വേട്ടക്കാർക്കൊപ്പം അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാർക്കൊപ്പം നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് അവലംബിച്ചു വരുന്നത്. അതുതന്നെയാണ് ഇവിടെയും ഉള്ളത്. കേസെടുക്കാൻ വൈകുന്നു, പലപ്പോഴും പരാതിയുമായി നിരവധി തവണ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങേണ്ടി വരുന്നു, കോടതിയെ സമീപിക്കേണ്ടി വരുന്നു. അത് ഉന്നത നീതിപീഠത്തെ സമീപിച്ച് തന്നെ ഒടുവിൽ
നീതി വാങ്ങിയെടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇത്തരത്തിൽ പണം നഷ്ടമാകുന്ന നിക്ഷേപകർ പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇവിടെയെല്ലാം തന്നെ പലപ്പോഴും സാധാരണക്കാർ അവർ പോലും അറിയാതെ ഈ ചതിയിലേക്ക് അവരെ പെടുത്തുകയാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ ചെയ്യുന്നത്. അവരുടെ ആധാരം, ഭൂമിയുടെ ആധാരം അടക്കം സകല ഇവർക്ക് എങ്ങനെയാണ് ഈ വ്യാജരേഖ ചമയ്ക്കാനുള്ള അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ലഭിക്കുന്നത്? അശ്വതി, ഇതിന് പ്രത്യേക സംഘങ്ങൾ തന്നെ ഉണ്ട് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ. വ്യാജരേഖകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വേണ്ടി ചമച്ചു നൽകുന്ന ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ലഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് ജിജീഷ്. വ്യാജരേഖ ചമച്ചാണ് ഈ തട്ടിപ്പെന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു വിവരം തന്നെയാണ്.